സോ ശ്രുതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് എത്തിയിരിക്കുന്നത് ഇന്നും ദീപാവലി സ്പെഷ്യൽ എപ്പിസോഡാണ്. ദീപാവലിക്ക് ദീപങ്ങൾ മാത്രമല്ല, ദീപാവലി സ്വീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ട്രഡീഷണൽ സ്വീറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കോക്കനട്ട് ലഡു. കോക്കനട്ട് ലഡുവിൻ്റെ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് കോക്കനട്ട് ലഡു ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒന്ന് ഷുഗർ വെച്ചിട്ടുള്ള കോക്കനട്ട് ലഡു, ഒന്ന് ശർക്കര വെച്ചിട്ടുള്ള കോക്കനട്ട് ലഡു. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണെന്ന് അറിയാം. അപ്പോൾ നമുക്കത് കാണാം. അതിനു മുമ്പ് വാട്ടർ കാൻഡിൽസിൻ്റെ എപ്പിസോഡ് ഇട്ടപ്പോൾ കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക് കത്തുമോ എന്നുള്ളത്. പ്ലാസ്റ്റിക് കത്താതെ തന്നെ അരമണിക്കൂറിന് മേലെ ഇത് കത്തുന്നതാണ്, വാട്ടർ കാൻഡിൽസ് കത്തുന്നതാണ്. പ്ലാസ്റ്റിക് ഒക്കെ കത്തുന്ന സമയമാകുമ്പോൾ നമ്മളത് കെടുത്താം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡൗട്ട് ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് ഈ രണ്ട് ടൈപ്പിലുള്ള കോക്കനട്ട് ലഡൂസ് തയ്യാറാക്കുന്നത്. അപ്പം നമ്മുടെ ആദ്യത്തെ കോക്കനട്ട് ലഡു, പഞ്ചസാര വെച്ചിട്ടുള്ള വൈറ്റ് കളറിലുള്ള കോക്കനട്ട് ലഡു തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. ഡ്രൈ ആയിട്ടുള്ള കോക്കനട്ടിൻ്റെ പൗഡർ, അത് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് ആണെങ്കിൽ നമ്മൾ ഒന്ന് ചെരുകിയതാണെങ്കിലും ഒന്ന് ഗ്രൈൻഡറിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ കോക്കനട്ട് 1 കപ്പ്, പാല് 3/4 കപ്പ്, പഞ്ചസാര 1/2 കപ്പ്, നെയ്യ് 1 ടീസ്പൂൺ, ഏലക്ക പൊടിച്ചത് 1/4 ടീസ്പൂൺ, ചോപ്പ് ചെയ്തിട്ടുള്ള കാഷ്യൂ നട്ട്സ് കുറച്ച്, അത് ഓപ്ഷണലാണ്. നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കതിലേക്ക് 1 കപ്പ് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ കോക്കനട്ട് ആയതുകൊണ്ട് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 മിനിറ്റ് നേരം നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. 3-4 മിനിറ്റ് നേരം റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് 3/4 കപ്പ് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് 1/2 കപ്പ് ഷുഗറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പാലും പഞ്ചസാരയും ഒക്കെ നമ്മൾ നാളികേരത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വാട്ടർ കണ്ടൻറ്റ് മുഴുവൻ വറ്റി വരുന്ന വരെ ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് കഴിയുമ്പോൾ ഇതുപോലെ പഞ്ചസാര മെൽറ്റായിട്ട് കണ്ടോ, വാട്ടർ കണ്ടൻറ്റ് കൂടി വരുന്നത് കാണാം. ഇതൊക്കെ ഇനി വറ്റി വരണം, അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. മിക്സ് കുറച്ച് തിക്കായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചും കൂടി നമുക്ക് ഈ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്, അതും കൂടി നന്നായി വറ്റി നല്ല തിക്കായിട്ട് വരുന്ന വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ മിക്സിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ്, വാട്ടർ കണ്ടൻറ്റ് മുഴുവൻ വറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കോക്കനട്ട് ലഡുവിൻ്റെ മിക്സ് ഏകദേശം റെഡിയായി, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. കോക്കനട്ട് ലഡുവിൻ്റെ കുക്കിംഗ് പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ മിക്സ് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മുടെ മിക്സ് തണുത്തിട്ടുണ്ട്. ചെറിയ ചൂടുണ്ടായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശായിട്ട് എടുത്തിട്ട് ലഡു ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കോക്കനട്ടിൽ നിന്നുള്ള ഒരു ഓയിൽ കണ്ടൻറ്റ് ഉണ്ടാവും, അതുകൊണ്ട് നമ്മൾ കൈ വേറെ അഡീഷണലായിട്ട് ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് മിക്സിയിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുത്ത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ബോളാക്കി എടുക്കാം. അതുപോലെ നല്ല ബോൾ പോലെ ഉരുട്ടിയെടുക്കുക. ഇനി നമുക്ക് ഈ ഉരുട്ടിയെടുത്ത നമ്മുടെ കോക്കനട്ട് ലഡു ഡ്രൈ കോക്കനട്ടിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ കാണാനായിട്ട് നല്ലൊരു ലുക്ക് ഉണ്ട്, ഒരു ഫിനിഷിങ് തോന്നും. ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ, അതുപോലെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ആദ്യത്തെ കോക്കനട്ട് ലഡു റെഡിയായി. വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് ഓരോരോ ലഡുകളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ആകെ മൊത്തം നമ്മൾ 10 ലഡു ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 10 ലഡു ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മിക്സാണ് നമ്മൾ തയ്യാറാക്കിയെടുത്തത്. അപ്പോൾ നല്ല വെള്ള കളറിലുള്ള ഷുഗർ വെച്ച്, പഞ്ചസാര വെച്ച് തയ്യാറാക്കിയ കോക്കനട്ട് ലഡു എല്ലാവരും കണ്ടല്ലോ. അടുത്തായിട്ട് നമ്മൾ ശർക്കര വെച്ച് ഉണ്ടാക്കാൻ പോവാണ് കോക്കനട്ട് ലഡു. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും കൂടി കണ്ടിട്ട് വരാം.
രണ്ടാമത്തെ കോക്കനട്ട് ലഡു എന്ന് പറയുന്നത് ഫ്രഷ് കോക്കനട്ടും ശർക്കരയും വെച്ചിട്ടുള്ള ലഡു ആണ്. അപ്പോൾ അത് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഫ്രഷ് കോക്കനട്ട് ചെരുകിയതാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഗ്രൈൻഡറിലിട്ടൊന്ന് ഫൈനായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കണം. അപ്പോൾ കോക്കനട്ട് 1 കപ്പ്, ശർക്കര സിറപ്പാക്കിയത് 1/4 കപ്പ്, നെയ്യ് 1 ടീസ്പൂൺ, ഏലക്ക പൊടിച്ചത് 1/4 ടീസ്പൂൺ, ചോപ്പ് ചെയ്തിട്ടുള്ള കാഷ്യൂ നട്ട്സ് കുറച്ച്. കുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് 1 കപ്പ് നാളികേരം നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രഷ് കോക്കനട്ട് ആയതുകൊണ്ട് അതിലും കുറച്ച് മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3-4 മിനിറ്റ് നേരം റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. നാളികേരം റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 1/4 കപ്പ് ശർക്കര പാനി ജാഗരി സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നാളികേരത്തിൽ ശർക്കര പാനി എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര പാനി മുഴുവൻ വറ്റി വരുന്ന അതിലുള്ള ആ വാട്ടർ കണ്ടൻറ്റ് മുഴുവൻ വറ്റി വരുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മുടെ ശർക്കരയും നാളികേരവും കൂടിയിട്ടുള്ള മിക്സ് കുറേശ്ശെയായിട്ട് തിക്കായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള നട്ട്സ് കാഷ്യൂ നട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യിൽ റോസ്റ്റ് ചെയ്ത നട്ട്സും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ മിക്സ് ഇപ്പോൾ നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഏകദേശം ആ വാട്ടർ കണ്ടൻറ്റൊക്കെ വറ്റി ശർക്കര പാനിയിലുള്ള ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഏലക്ക പൊടിച്ചതും ശർക്കരയും നാളികേരമൊക്കെ കൂടിയിട്ട്. അതുപോലെ നമ്മുടെ മിക്സ് ഇപ്പോൾ ഏകദേശം റെഡി നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കര കൊണ്ടുള്ള കോക്കനട്ട് ലഡുവിൻ്റെ മിക്സ് ഇതാ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് എടുത്ത് മാറ്റി വെച്ച് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ലഡു ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ മിക്സ് തണുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുത്ത് ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ബോളുകളാക്കി ലഡു തയ്യാറാക്കാം. നമുക്ക് ഈ ബോൾ ആ ഡ്രൈ കോക്കനട്ടിൽ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ആ ഡ്രൈ കോക്കനട്ടിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ശർക്കരയും ഫ്രഷ് കോക്കനട്ടും കൊണ്ട് 7 ലഡുവും ഷുഗറും ഡ്രൈ കോക്കനട്ടും കൊണ്ട് 10 ലഡുവും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ദീപാവലിക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഈ 2 ലഡു റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കോക്കനട്ട് ലഡുവിൻ്റെ റെസിപ്പി കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടല്ലോ. വളരെ ഈസി ആയിട്ടുള്ളതല്ലേ. അപ്പോൾ ഈ ദീപാവലിക്ക് എല്ലാവരും വാട്ടർ കാൻഡിൽ ദിയാസും കോക്കനട്ട് ലഡു ഒക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് ആഘോഷിക്കുക, സേഫായിട്ട് ആഘോഷിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. കൈത്താങ്ങിൽ കാണാം. കൈത്താങ്ങിൽ കുറേ പേരൊക്കെ ഗസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ആരാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൈത്താങ്ങിൽ കാണാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.